അപ്പൊ ഗായ്സ് ഞങ്ങളിനി ഇവരെ പെണ്ണുമ്മാന്റെ പുതിയ വീട് കാണാൻ വേണ്ടിട്ട് പോവാണ്. പിന്നെ അവിടുന്ന് നമുക്ക് നേരെ വന്നിട്ട് ഇവിടെ ഫാമിലി കയറണം, വൈത്തിരി ഫാമിലി. അപ്പോ അതാണ് ഇങ്ങനത്തെ പരിപാടി. അപ്പോ പിന്നെ ഇവിടെ നല്ല ബ്ലോക്കാണ് ഗായ്സ്. എന്താ വെച്ചാല് നമ്മുടെ ചുരത്തിന്റെ ബ്ലോക്കാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അവിടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് കാണിക്കാം. പിന്നെ നേരെ ഫാമിലേക്ക് വരും. ഞാൻ എല്ലാവരും വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്നാണ് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒന്നാമത് സമയം ഒരുപാടായി. തേയിലത്തോട്ടം കാണാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും പറ്റിയില്ല, ടൈമായി. പിന്നെ അവിടെ തന്നെ കുറേ സമയം പോയി. പിന്നെ കുട്ടികളും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടൈം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി. എന്തായാലും അവിടെ അടിപൊളിയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും വരിക. ഓക്കെ, വീട് സ്വർഗം അല്ലേ? എന്തായാലും ഈ നേരത്താണ് വരുന്നില്ലേ? രസം കേട്ടോ അല്ലേ വീട്? ഏത് വരെ ഉണ്ട് നമുക്ക്? ഏത് അല്ല ഇവിടെ അവിടെ വരെ ഉണ്ട് അല്ലേ? ഒരു വീടും കൂടി എടുക്കാനുള്ള സ്പേസ് ഉണ്ടല്ലോ. ഒരു വീടും കൂടി എടുക്കാനുള്ള എങ്ങോട്ടോ അങ്ങോട്ടോ കാട്ടുക്കോ ജന കാട്ടുക്കാണ് തരുന്നേ. ആ ചാമ്പൊക്കെ ഇല്ലപ്പോ കൊള്ളാട്ടോ വീട്. വീട് ഇഷ്ടായിട്ടോ. ഇതാണ് നമ്മളെ വീട്. നമ്മളിന്നാള് വന്നപ്പോ പഴയ വീടല്ലേന്നോ, ഇത് പുതിയ വീടാക്കിയതാണ്. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. കാണിക്ക, എന്റെ ഫേസ് കാണിക്കേ. യെസ്, നല്ല സ്പേസ് ഉണ്ട് അല്ലേ? റൂം ആണെങ്കിലും ക്യാമറ അല്ല ലൈറ്റ് അടിച്ചു. ഒന്നും കാണില്ല ഗൈസ്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം ബാക്കി കാര്യങ്ങൾ അല്ലേ? അതാണ് നല്ലത്. ഫാമിൽ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫാമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. വൈത്തിരി ഫാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം ചില്ലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഇതാണ് കയറുമ്പോൾ തന്നെയുള്ള എൻട്രി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഓരോ സംഭവങ്ങളുണ്ട്. എലി, വെള്ള എലി. ഇതൊക്കെ പാമ്പ് മേലെ. ഇതൊക്കെ ഏതാ സാധനം? കൈ കൈ കൊത്തിട്ടാ വലിയ പാമ്പ്. നോക്ക് ചെയ്യും. വേണ്ട അജ, അജ കയ്യിലാക്കി, അജ കയ്യിലാക്കി. ഞാൻ വെക്കാം. എന്നാ വീഡിയോ എടുക്കും. ഫേസിലൊന്നും വെക്കണ്ട, കയ്യിൽ വെച്ചോ. അയ്യോ സിമ്പിൾ. ഇതൊക്കെ എന്ത്, ഇതൊക്കെ എന്ത്? ഇതിന് ഞാൻ നോക്കണില്ല കേട്ടാ. ഇത് വേണോ? ഉറപ്പല്ലേ? മുത്തേ എടുക്കടാ. മതി മതി. ചില്ലി വാ, ഇവിടെ വാ. ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഉറപ്പാ? മേലെ കൂടെ അരിക്കുമ്പോ തന്നെ പേടി. യെസ്,
പേടിക്കരുതെന്നോ? കയ്യുമ്പോ മാന്തുണ്ട്. ഇത് നല്ല മാന്തോട്ടോ. ഇത് ചിലപ്പോ എന്റെ മൂഞ്ചി കണ്ട തിരിച്ചടാ മൂഞ്ചി. യോ ഭീകരൻ. അവന് വീട് എടുക്കണ ഇഷ്ടപ്പെടുന്നല്ല തോന്നുന്നു. ഇവൻ ഡീസന്റാ തോന്നുന്നു അല്ലേ? ഇവൻ ഡീസന്റാ. പിടിച്ചോ അഞ്ച് പിടിച്ചോ കേട്ടോ. പിടിച്ചോ ഒന്നും ചെയ്യൂല. അതൊക്കെ പിടിക്കണോക്കാ അതേപോലെ പിടിച്ചോ. അച്ഛ പിടിക്ക്. Next one, birds. Oh, ഉള്ളു കേറാ. ആ മൂന്നെണ്ണം തല്ലിട്ടല്ലേ കഴിയേ. മതി ഇറങ്ങിയടോ ചെങ്ങന്മാരെ. ഓ നൈസ്. ഡ്രസ് കടിക്കില്ലടാ, ഡ്രസ് കടിക്കല്ലേ. ഇത് ആരെങ്കിലും വീഡിയോ എടുത്താൽ രണ്ട് രസമായി. എടുത്ത് കൈ അടയുണ്ട്. ആ എന്റെ ഫോണ് തിന്നല്ലേ. ഇറങ്ങി മുത്തേ. ഇറങ്ങില്ല. പറഞ്ഞ് പേരുണ്ടോ? മർമോസെറ്റ്. ഇതാണ് ഇട്ടിങ്ങ തീറ്റ അല്ലേ? ഇത് ട്രീറ്റ് കൊടുക്കും നമ്മള് ഐസ്ക്രീം ഒക്കെ തിന്നാല്. ഇതെന്താ സാധനം? ചൈനക്കാർ തിന്നണേ. ചൈനക്കാർ തിന്നണല്ലേ? പുഴു പുഴു എന്താണോ തിന്നാൻ? പാണ്ഡ്യനോ? പാണ്ഡ്യനോ? ഇത് തുറക്ക. ഇതിനെടുക്കാൻ പറ്റും ഇതില്ലേ? യെസ് യെസ് യെസ്. പുഴു നമ്മുടെ നാട്ടിൽ പറയാം കിരി. കടിക്കോ? വെച്ചെടുക്ക. കൈ വിട്ട് അടി കറക്ക് വെള്ളത്തിക്കോ. എന്തോ താഴത്തെന്തോ ബിരിയാണി ആയിട്ട് തോന്നുന്നു. അജു കൈയിട്, അജു കൈയിട്. കൈയിട്ടോക്കെ വെറുതെ. നാല് കൈയിട്. അനോ ഇവിടെ എന്നാ ജി എന്നിക്കും വരുന്നില്ല. എന്താ എന്തിനാ ഉണ്ടാവില്ല. കൈയിട്. കൈ ഫുള്ളായിട്ടിട്. അടച്ച് അങ്ങനെയൊക്കെയാണല്ലേ? ഓ നൈസ്. ഞാനുണ്ട്. വാ പെണ്ണുമ്മ ഇവിടെ വാങ്ങിട്ട്. ഞാനുണ്ടാനോ അന്ന വിളിച്ചൊക്കെ വിളിക്കോ? അവിടെ പോയി വിളിക്ക്. ഒന്ന് ഉറക്കനെ വിളിക്ക്. കേട്ടിട്ടില്ല. കമോൺ കം കം എന്ന് പറയും. കം എന്ന് പറഞ്ഞിട്ട് നിന്റെ അടുത്ത് കയറുന്നു. അങ്ങോട്ട് പോ. അവിടെ അജു വെക്കുന്നു മോനെ. ഇത് തൊടാൻ പറ്റുമോ? കൊടുത്തോ കൊടുത്തോ. എന്റെ കയ്യ വലിക്കൂല.
സോ നൈസ്. ഒന്ന് വിങ്ങ് എടുത്താലോ? കൊടട്ടെ കുറച്ച് നേരം. എന്നാ തിന്നോ? കുറച്ച് സ്പീഡ് കൂടുതലാണല്ലോ. നല്ലതാ നല്ലതാ മോനെ, നല്ലതാ. ഓക്കെ ഓക്കെ സ്റ്റോപ്പ്. ഓ നൈസ്. എന്നെ പിടിച്ച തല നോക്കോ? പൊന്തേ. ആ ഞാൻ ഇവിടെ കൂടിയാലോ നല്ല വേക്കൻസി ഉണ്ടോ? അടിപൊളി എക്സ്പീരിയൻസ് ഗൈസ്. സെറ്റ് അല്ലേ? ഓക്കെ ശരി, കൂട്ടി കയറി ഗൈസ്. ഇല്ല 4 കൊമ്പുള്ള ആട് അല്ലേ? ഓ നൈസ്. 4 കൊമ്പുള്ള ആട് അതാ. അപ്പൊ ഇതോ? ഒറ്റ കൊമ്പാണല്ലോ അത്. ആ വളഞ്ഞു വന്നിട്ട് മനസ്സിലാവുന്നില്ല. ആ യെസ്, 4 കൊമ്പുള്ള ആട് ഗൈസ്. കുത്തു അത് ഡേഞ്ചറാ? ഈ തൊട്ടൊക്കെ കഴുത 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 ഗൈസ്, കഴുത 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 വിളിച്ചോക്കെ. ഭീകരൻ. ഓ അങ്ങനെ ഇന്നോണ്ട് താടി ഹൈലൈറ്റ് ആണല്ലോ അല്ലേ? താടിക്കൊട്ടൻ. കറുത്തേനെ കൊടുത്തോ കുഞ്ഞിതിന്? കുഞ്ഞിതിന് കൊടുത്തോ കൊടുത്തോ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കാള, ഇന്ത്യയിലെ നല്ല വേൾഡിലെ മോദിയുടെ കാള, മോദി കൊടുക്കുന്ന കാള. യെസ്, അങ്ങനെയാണ് പറഞ്ഞു. എന്താ ചെയ്യോ? യെസ്. കുത്തല്ലേ? എന്താ സൗണ്ട്? കല്ലെറിഞ്ഞോ? അപ്പൊ ശരി കേട്ടോ. മാക്കാവോ? ഇത് കയ്യിലെടുക്കാൻ പറ്റില്ല. ഹായ് പറഞ്ഞോളൂ. വരുമോ? അടുത്തോട്ട് പോണ്ടെന്ന് പറയണ്ട്, പോണെന്ന് പറയണ്ട്. തോന്നി. ഇത് ഏത് സൈസാണ്? ദിഗ്വാന. സംഭവം കേട്ടോ. ഇത് കയ്യിലേക്കാ? ഇത് മാന്തോ? അവിടെ ഇരുന്നോട്ടോ, ഒന്നും ചെയ്യണ്ട. വേണ്ടേ? ഞാനടക്കം താവേണ്ടി വരുമോ? ഇപ്പൊ വരല്ല, റെഡി ആയി സെറ്റ് ആയല്ലോ.
കുറച്ച് ഭീകരനാട്ടാ. ഓക്കെ അല്ലേ? മതി, എടുക്കൂ. ഞാൻ പോകുന്നു ഗായ്സ്. എന്റെ എന്തെങ്കിലും ചെയ്യാന്ന് അറിയില്ല. എടുത്തേക്ക് തരില്ലേ? അങ്ങോട്ട് തരാ. തിരക്കുണ്ടാക്കലേടാ, ഓരോരുത്തർ തിന്നു. കയ്യിന് കൊത്തോ? സംഭവം കൊള്ളാട്ടത്. എക്സ്പീരിയൻസ്. ഓ, തൊടാൻ പറ്റൂലേ? ആണോ? ഇനിയൊന്നുമില്ല മക്കളെ, കഴിഞ്ഞില്ലേ? യെസ്, ഓക്കെ മതി. ഇനി ഞാൻ പോട്ടെ. സംഭവം നല്ല എക്സ്പീരിയൻസ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം കേട്ടോ. കൊള്ളാം. ഇതെന്ത് കോഴിയാ? ഇത് ഭംഗിയുണ്ട് കാണാൻ. കയ്യ വന്നോ? ധൈര്യമായിട്ടെന്നോ? ഞാൻ വിടില്ലേ? എന്തിനു പഠിക്കണം? വാവ്, മതിയില്ലേ? എന്നാ എടുക്കും. അപ്പോൾ ഗായ്സ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ തൊട്ടു, അതുപോലെ കയ്യിലെടുത്തു. പക്ഷെ പാമ്പ് മാത്രം എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പാമ്പ് മാത്രം ഞാൻ തൊള്ള വെച്ചില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ വൈത്തിരി ഫാം, അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ധൈര്യം ഇല്ലാത്തവരെ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, നമുക്കൊരു ധൈര്യം കൈവരിക്കാൻ പറ്റിയൊരു നല്ലൊരു സംഭവമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും ചെയ്യൂല, ഇവര് നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഒരാളെ പരിചയപ്പെടുത്താം. ഇയാള് നമുക്ക് കുറച്ച് ധൈര്യം തന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവരെ ഇവിടെ അത്രയും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, സന്ദർശിക്കുക, അടിപൊളിയാക്കാം. ഓക്കെ, അങ്ങനെ പേരെന്തായിരുന്നു? ശിവലി. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സജി. പിന്നെ കുട്ടികൾക്ക് പറ്റിയ നല്ല കിഡ്സ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളെ സ്കൂൾ കുട്ടികൾക്ക് പകുതി പൈസ ഉള്ളൂ. അപ്പോൾ 200 ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ കുട്ടികൾക്ക് 100 ഉള്ളൂ. അപ്പോൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ മറ്റുള്ള പാർക്കുകൾ പോലെ എന്താ പറയുക, ഓരോ ഐറ്റംസിൽ കയറാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്യാഷ് ഇല്ല. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം അതിൽ കവറാവും. നമുക്ക് എൻജോയ് ചെയ്യാം, അടിപൊളിയാക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇവരെ ടൈം വന്നിട്ട് രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെ ടൈമുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വന്നിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യല്ലേ? ഇനി എന്താ പരിപാടി? ഫുഡ് കഴിക്കാൻ പോവാ. അജു ആടല്ലേ? ഫുഡ് കഴിക്കാൻ പോവാ. ബാക്കി കാര്യങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ. പിന്നെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവാ. അതാണ് പ്ലാനിങ്. അതിലിനി ചേഞ്ച് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയും. ഇന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ചായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ പെട്ടെന്ന് പിന്നെ ശിവരാത്രിന്റെ ടൈമിൽ എനിക്കും ക്ലാസ്സുകളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായില്ലേ? അടിപൊളി. അപ്പോൾ ഗായ്സ്, ഇതാണ് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എടാ വിളിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ? ശിബിലി പറയടാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഷിബിലിന്റെ ദിവസങ്ങളല്ലേ ഇപ്പൊ. അപ്പൊ എന്തായാലും പൊളി അല്ലേ? മറിച്ച് മീന് ജസ്റ്റ് തൊടയിരുന്നു. എനിക്ക് മീനിലെങ്കിലും കഴിയിട്ടായിരുന്നു. ഓ പിന്നെ പെണ്ണുമ്മ ജസ്റ്റ് താങ്ക്സ്, ഒരു താങ്ക്സ് പറയാനോടെ പെണ്ണുമ്മ. കയ്യുണ്ടാ ഒരു ഷെയ്ക്കാണ്ട് പെണ്ണുമ്മാക്ക് പെണ്ണുമ്മാന്റെ ഫ്രണ്ട്സൊക്കെ കാണുമെന്നുള്ളൊരു മടിയോണ്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ പറയും പിന്നെ പറ. പിന്നെ ഉമ്മാനെ താങ്ക്സ്. എന്തായാലും നിങ്ങൾ രണ്ടാളും ഒപ്പം നിൽക്കുക, അപ്പളേ ഇത് കിട്ടുള്ളൂ. ഇവരൊക്കെ ഡ്രൈവേർട്ടാട്ടോ അവന്റെ കൂടൊക്കെ. പിന്നെ ഇവര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പെണ്ണുമ്മാന്റെ അയൽവാസിയാണ്. എന്റെ പേര് മറന്നുപോയി. അമീന. താങ്ക് യു. എന്തായാലും എങ്കിലും സംസാരിച്ചല്ലോ, സന്തോഷം. എന്തായാലും
എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോയിൽ താങ്ക്സ് പറയണം. ഇന്നത്തെ ദിവസം എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും ഇനി അടുത്തൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ. ബൈ.